ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ഫ്രേസൽ വെർബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രേസൽ വെർബിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം നമ്മൾ പുട്ട് എന്ന ഫ്രേസൽ വെർബ് ഒരു ചെറിയ കഥയിലൂടെയായിരുന്നു അല്ലേ പഠിച്ചത്. എന്നാൽ ഇന്നും നമുക്ക് ഒരു ചെറിയ കഥയിലൂടെ അടുത്ത ഫ്രേസൽ വെർബ് പഠിക്കാം. ആദ്യം ഞാൻ ഒരു കഥ പറയാം. ഈ ഫ്രേസൽ വെർബ് പഠിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കഥയാണ്. അപ്പോൾ അതിലുള്ള മിസ്റ്റേക്സും ബാക്കിയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് കഥ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? ഒരു ഫ്രണ്ട് എന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. ആ വ്യക്തി ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ആളെ സന്ദർശിച്ചു. എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അങ്ങനെ പരിചയപ്പെട്ടു, സംസാരിച്ചു, ചായയൊക്കെ കുടിച്ചു, തിരിച്ചു പോന്നു. പിന്നീടൊരു ദിവസം ഞാൻ സന്ദർശിച്ച ആളുടെ ഒരു കോൾ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയതല്ലേ, പിന്നെ ഒരു വിവരം ഇല്ലല്ലോ എന്ന്. നിങ്ങൾ കഥ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ പോലെ കണ്ടുവെക്കുക, അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പമാകും. അങ്ങനെ ആൾ വിളിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഒരു ലഘു സന്ദർശനം നടത്തി. ഇപ്രാവശ്യം ചായ ഒന്നും കുടിച്ചില്ല കേട്ടോ, കാരണം ആൾ വിളിച്ചത് കൊണ്ട് മാത്രം ഒരു ലഘു സന്ദർശനം നടത്തി. അവിടെ വീടിൻ്റെ അറ്റത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ. അങ്ങനെ ആ വീടിൻ്റെ അറ്റത്തുള്ള ഗാർഡൻ എന്ന സ്ഥലവും സന്ദർശിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് ഒരു കോൾ ചെയ്തിട്ട് ഇന്ന് തന്നെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒന്നും കൂടെ ആളെ പോയിട്ട് കാണാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നും കൂടെ ആളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ആളെ വിളിച്ചത്. അങ്ങനെ ടീച്ചർ ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. വീട്ടിലെത്തിയപ്പോൾ ആളെ കാണുന്നില്ല. വീട് 2 നില വീടാണ്. അപ്പോൾ ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കി. അപ്പം ഞാൻ ഓർത്തു ഇനി ടീച്ചർ മുകളിലുണ്ടാകും എന്നോർത്തു. മുകളിലെത്തിയപ്പോൾ ടീച്ചർ എന്തോ ലാപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ കണ്ടതും ലാപ്പിൽ ചെയ്യുന്നത് മതിയാക്കി. എന്നിട്ട് ലാപ്പിൽ നോക്കിയിട്ട് ഒച്ചത്തിൽ കുറച്ച് പേരുകൾ വായിച്ചു. ആ പേരുകളുള്ള ലിസ്റ്റിലെ 4ാമത്തെ ആളെ ടീച്ചർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാപ്പ് ഓഫ് ചെയ്ത് പേരുകൾ മൊത്തം വായിച്ച് നിർത്തി. എന്നാൽ എന്നോട് ടീച്ചറിനെ സന്ദർശിക്കാൻ പറഞ്ഞ ഫ്രണ്ടിൻ്റെ പേര് വായിക്കുക പോലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറിനോടൊന്നും മിണ്ടാതെ പുറത്തേക്ക് വന്നു. അപ്പോൾ ടീച്ചർ എന്നോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് ഒച്ചത്തിൽ വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തെത്തിയിട്ട് ഒന്നും കൂടെ ടീച്ചറിൻ്റെ മേലേക്ക് നോക്കുമ്പോൾ ടീച്ചർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒച്ചത്തിൽ പേര് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ കഥയാണ്, മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. കഥ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോൾ എന്ന് പറയുന്ന ഫ്രേസൽ വെർബാണ്. കോൾ എന്ന ഫ്രേസൽ വെർബാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ കഥ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ പറയുന്നു. ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയതല്ലേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഒരു ലഘു സന്ദർശനം നടത്തുന്നു. വീടിൻ്റെ അറ്റത്തുള്ള ഒരു ഗാർഡൻ, ഒരു സ്ഥലം സന്ദർശിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കോൾ ഓൺ എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഒരു ഫ്രണ്ട് വിളിക്കുന്നു. വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് കോൾ ബൈ ആരാണ് വിളിക്കുന്നത്? ആ പേഴ്സൺ ആണ് വിളിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ടാറ്റ ബൈ ബൈ. അപ്പം ഓർക്കാം, വിളിച്ചിട്ട് ബൈ ബൈ പറഞ്ഞ് പോയതല്ലേ എന്നാണ് പറയുന്നത്. എന്താ എന്നിട്ട് പറയുന്നത്? ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ, ടു വിസിറ്റ് ബ്രീഫ്, അതായത് ഒരു ലഘു സന്ദർശനം നടത്തി. ഇപ്രാവശ്യം ചായയൊന്നും കുടിച്ചിട്ടില്ല, ഒരു ലഘു സന്ദർശനമാണ് നടത്തിയത്. അടുത്തത് കോൾ അറ്റ്, വീടിൻ്റെ അറ്റത്തുള്ള ഗാർഡനിൽ, അതായത് ഇപ്രാവശ്യം നമ്മൾ ലഘു സന്ദർശനമല്ലേ നടത്തിയത്, അതുകൊണ്ട് വീടിൻ്റെ അകത്തേക്കൊന്നും കയറിയിട്ടില്ല. ജസ്റ്റ് വീടിൻ്റെ അറ്റത്തുള്ള ഗാർഡനാണ് സന്ദർശിച്ചത്. അപ്പോൾ വീടിൻ്റെ അറ്റത്തുള്ള കോൾ അറ്റ്
വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുകയാണ് ചെയ്തത്. അടുത്തത് കോൾ ഫോർ. ഇവിടെ നിങ്ങൾ FOUR, ഫോർ എന്നുള്ളത് ഓർക്കുക. നാലാമത് വിളിച്ചു. നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു, നാലാമത് വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഒരു ഡിമാൻഡ് വെച്ചു, ഒരു ആവശ്യം പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? കോൾ ഇൻ, ഇന്ന് തന്നെ വരണം എന്നാണ് വിളിച്ചത്. ഇന്ന് തന്നെ വരണം, കോൾ ഇൻ, ഇന്ന്, ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണല്ലേ? സഹായത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ കോൾ ഇൻ സമ്മോൺ ഫോർ ഹെൽപ്പ്, എന്താണ്? വിളിച്ചു വരുത്തുക. ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുന്നു. അടുത്തത് കോൾ അപ്പ്. എന്താണ്? മുകളിലേക്ക് നോക്കി. വീട്ടിലെത്തിയപ്പോൾ ആരെ കണ്ടില്ല, അപ്പോഴാണ് രണ്ടാമത്തെ നിലയിൽ മുകളിലേക്ക് നോക്കിയത്. അപ്പ്, മുകളിൽ. എന്നിട്ടോ റീകളക്ട് ഓർ റിമെമ്പർ, ഓർമ്മിച്ചെടുക്കുക. മേലിലുണ്ടാകും എന്ന് ഓർത്തെടുത്തു അല്ലേ? അടുത്തത് കോൾ ഓവർ. എന്താണ്? ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് മതിയാക്കിയിട്ട്, ഓവറാക്കിയിട്ട് മതിയാക്കിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. എന്താണ് എന്നോട് സംസാരിക്കുന്നത്? റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്, അതായത് ഉറക്കെ ഒരു പട്ടിക ഉറക്കെ വായിക്കുകയാണ് അല്ലേ? കുറച്ച് പേരുകൾ ഉറക്കെ വായിക്കുകയാണ്. അടുത്തത് കോൾ ഫോർത്ത്. ആ പേരുകളിൽ നാലാമത്തെ, നേരത്തെ നമ്മൾ കോൾ 4 ആയിരുന്നു പറഞ്ഞത്, 4 കോൾ 4, ഇത് ഫോർത്ത്. അപ്പം നാലാമത്തെ പേരുള്ള ആളെ ടു ഇവോക്ക്, എന്താണ്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? നാലാമത്തെ പേരുള്ള വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്തത് കോൾ ഓഫ്. എന്താണ്? ലാപ്പ് ഓഫ് ചെയ്തു, അതായത് പേര് വായിക്കുന്നത് ക്യാൻസൽ, നിർത്തി, പേര് വായിക്കുന്നത് നിർത്തി. അടുത്തത് കോൾ ഔട്ട്. ഞാൻ പുറത്തേക്ക് വന്നു. എന്താ കാര്യം? ഇത്രയും നേരം പേര് വായിച്ചതിൽ എന്നോട് ടീച്ചറെ സന്ദർശിക്കാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അതിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ, ടീച്ചറോടൊന്നും മിണ്ടാതെ കോൾ ഔട്ട്, പുറത്തേക്ക് വന്നു. എന്നിട്ടോ ഷൗട്ട് ഫോർ ഹെൽപ്പ്, ടു ക്രൈ അല്ലെങ്കിൽ അറ്റൻഷൻ. എന്താണ്? ഞാനിങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ടീച്ചർ എന്ത് ചെയ്യുക? അവിടെ നിന്ന് ഷൗട്ട് ചെയ്യുക, ഉറക്കെ കരയാണ് അല്ലേ? നെക്സ്റ്റ് കോൾ അപ്പോൺ. എന്താണ്? ഞാൻ പുറത്തേക്ക് വന്നിട്ട് ടീച്ചറിൻ്റെ മേലേക്ക് നോക്കുകയാണ്. ടീച്ചർ എന്താക്കാണ്? ഷൗട്ട് ചെയ്യാണ് അല്ലേ? ഞാൻ മേലിലേക്ക് നോക്കുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോളിൻ്റെ എല്ലാ ഫ്രേസൽ വെർബും വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ കഥയിലൂടെ പഠിച്ചു. കോൾ ഓണ്, ഒരു ഫ്രണ്ട് വിളിച്ചു. വിസിറ്റ് എ പേഴ്സൺ, വ്യക്തിയെ സന്ദർശിക്കാൻ പറഞ്ഞു. കോൾ ബൈ, ആ പേഴ്സൺ എന്ത് ചെയ്തു? ബൈ പറഞ്ഞ് പോയതല്ലേ എന്ന് പറഞ്ഞു. ടു വിസിറ്റ് ബ്രീഫ്, അതുകൊണ്ട് തന്നെ ലഘു സന്ദർശനം നടത്തി. ലഘു സന്ദർശനം നടത്തിയത് കൊണ്ട് തന്നെ വീടിൻ്റെ അറ്റത്ത്, കോൾ അറ്റ്. വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിച്ചു. കോൾ ഫോർ, നാലാമത് വിളിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഡിമാൻഡ്, ആവശ്യത്തിന് വേണ്ടിയിട്ട്. എന്താണ് ആവശ്യപ്പെട്ടത്? കോൾ ഇൻ, ഇന്ന് തന്നെ ഒരു സഹായത്തിന്, സമ്മൺ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി. കോൾ അപ്പ്, വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണുന്നില്ല, അതുകൊണ്ട് തന്നെ മുകളിലേക്ക് നോക്കി. എന്നിട്ടോ റീകളക്ട് ഓർ റിമെമ്പർ, മുകളിലുണ്ടെന്ന് ഓർമ്മിച്ചെടുത്തു. കോൾ ഓവർ, എന്താണ്? ലാപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓവർ, മതിയാക്കി. റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്, എന്നിട്ടോ പട്ടിക ഉറക്കെ വായിച്ചു. അതിൽ നാലാമത് കോൾ ഫോർത്ത്, നാലാമത്തെ ആളെ ടു ഇവോക്ക്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കോൾ ഓഫ്, ലാപ്പ് ഓഫ് ചെയ്തു. ക്യാൻസൽ, ലിസ്റ്റ് വായിക്കുന്നത് നിർത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്രണ്ടിൻ്റെ പേരില്ലാന്ന്. കോൾ ഔട്ട്, ഞാൻ പുറത്തേക്ക് വന്നു. ഷൗട്ട് ഫോർ ഹെൽപ്പ്, എന്താണ്? അവിടുന്ന് ടീച്ചറിങ്ങനെ ഒച്ചത്തിൽ കരയുന്നുണ്ടായിരുന്നു, വിളിക്കുന്നുണ്ടായിരുന്നു. കോൾ അപ്പോൺ, ഞാൻ ഒന്നുകൂടെ മുകളിലേക്ക് നോക്കിയപ്പോൾ പേര് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ കഥയിലൂടെ കോളിൻ്റെ ഫ്രേസൽ വെർബ് മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റോറി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോളിൻ്റെ ഫ്രേസൽ വെർബ്